നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടുത്തെ ജനജീവിതം ദുസ്സഹമാകും. ജനങ്ങൾ നെഞ്ചിൽ തീയോടെയാണ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ജീവിക്കുന്നത്. കാരണം കലാപം സർവ്വസാധാരണമാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കൊള്ളിവെപ്പും കൊള്ളയും പീഡനവുമൊക്കെ സ്ഥിരം നടക്കും. കേന്ദ്ര സംഘത്തെ ഈ സമയത്ത് പശ്ചിമ ബംഗാളിലുടനീളം വിന്യസിക്കും. എന്നാൽ ഈ കേന്ദ്ര സംഘം ഉണ്ടായാൽ പോലും അവിടെ കലാപം പൊട്ടിപ്പുറപ്പെടും. ജനങ്ങൾ മരിച്ചു വീഴും. തൃണമൂൽ കോൺഗ്രസ് അഴിഞ്ഞാടും. മറ്റ് പാർട്ടിക്കാരെ അടിച്ചൊതുക്കും, കൊല്ലും. അവരുടെ പാർട്ടി കേന്ദ്രങ്ങൾ തീവെക്കും. ഇതാണ് പശ്ചിമ ബംഗാളിൽ എല്ലാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും നടക്കുന്നത്. പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പിൽ വ്യാപക ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിനൊപ്പം നടക്കുന്ന വ്യാപകമായ രാഷ്ട്രീയ ഹിംസയും ഭീഷണിയും ജനാധിപത്യത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7.3 കോടി വോട്ടർമാരാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. 8 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ സുരക്ഷാ സേനാ വിന്യാസങ്ങളാണ് ഇതിനായി ബംഗാളിൽ നടപ്പിലാക്കിയത്. 1000-ലധികം കേന്ദ്ര സായുധ സേനാ കമ്പനികളെയാണ് അന്ന് വിന്യസിച്ചത്. ഇത്രയും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും തെരഞ്ഞെടുപ്പ് വേളയിലും അതിനുശേഷവും നിരവധി മരണങ്ങളും ആക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 2021 തെരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ വ്യാപകമായ രാഷ്ട്രീയ പ്രതികാര ഹിംസ, വീടുകൾ കത്തിക്കൽ, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, ആയിരക്കണക്കിന് ആളുകളെ കുടിയൊഴിപ്പിക്കൽ തുടങ്ങിയ ഗുരുതര മനുഷ്യാവകാശ ലംഘനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണ തുടങ്ങിയിട്ടേ ഉള്ളൂ അവിടെ കലാപം. ഇതിന്റെ കണക്കെടുത്ത് വരുമ്പോഴത്തേക്ക് മനസ്സിലാകും പശ്ചിമ ബംഗാളിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. ഇപ്പോൾ ഈ കണക്ക് പറയുന്നത് 2021 ഭരണകക്ഷിയായ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പല കോണുകളിൽ നിന്ന് ഉയരുന്നത്. വിവിധ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്ന പ്രധാന വിവരങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. മരണനിരക്ക് 2021 തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ വലിയ ആക്രമണത്തിൽ 50-ലധികം മരണങ്ങൾ സംഭവിച്ചതായിട്ടാണ് സ്വതന്ത്ര പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് 3000-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നാശനഷ്ടങ്ങളും എതിർ പാർട്ടി പ്രവർത്തകരുടെ ആയിരക്കണക്കിന് വീടുകൾ ആക്രമിക്കപ്പെട്ടതായും നിരവധി പേർക്ക് പലായനം ചെയ്യേണ്ടി വന്നതായും പരാതികളുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ ബൂത്ത് പിടിച്ചെടുക്കൽ, വോട്ടർമാരെ തടയൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ ആരോപണങ്ങളും വ്യാപകമാണ്. മുർഷിദാബാദ്, ബിർഭൂം, നോർത്ത് 24 പർഗാനാസ് തുടങ്ങിയ ജില്ലകൾ പലപ്പോഴും ഇത്തരം ആക്രമണങ്ങളുടെ കേന്ദ്രങ്ങളായി മാറുന്നു. പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ 100 കണക്കിന് ബൂത്തുകളിൽ അക്രമ സംഭവങ്ങൾ പതിവാണ്. ഇതൊരു പ്രത്യേക പാർട്ടിയുടെ മാത്രം കുറ്റമായി ചുരുക്കി കാണാൻ കഴിയില്ല എന്നതുകൂടി യാഥാർത്ഥ്യമാണ്. 1977 മുതൽ 2011 വരെയുള്ള ഇടതുപക്ഷ ഭരണകാലത്തും സമാനമായ കേഡർ രാഷ്ട്രീയവും അക്രമങ്ങളും നിലനിന്നിരുന്നതായി രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രശ്നത്തിന്റെ തീവ്രത കുറയാതെ തുടരുന്നു എന്നത് ഏറെ ആശങ്കാജനകമാണ്. ബംഗാളിലെ വോട്ടർ ടേൺ ഔട്ട് സാധാരണയായി 80%-ലധികമാണ്. ഇത് രാജ്യത്തെ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ്. എന്നാൽ സ്വതന്ത്രമായും ഭയമില്ലാതെയും വോട്ട് ചെയ്യാനുള്ള സാഹചര്യമില്ലെങ്കിൽ ഈ ഉയർന്ന പോളിംഗ് ശതമാനം ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ആരോഗ്യത്തെ പ്രതിഫലിപ്പിക്കുന്നില്ല. വോട്ട് ചെയ്യാനുള്ള അവകാശം ജനാധിപത്യത്തിന്റെ അടിത്തറയാണ്. അത് തടയുന്നത് ഭരണഘടനാപരമായ അവകാശങ്ങളുടെ ലംഘനവുമാണ്. ജനാധിപത്യം എന്നത് വെറും അക്കങ്ങളല്ല, മറിച്ച് സ്വാതന്ത്ര്യവും നീതിയും അതിൻ്റെ ആത്മാവുമൊക്കെയാണ്. എന്നാൽ പശ്ചിമ ബംഗാളിൽ അത് തീരെയില്ല. ഇപ്പോൾ ഉയരുന്ന പ്രസക്തമായ ചോദ്യങ്ങൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കണം. ഈ അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകുമോ? തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടുതൽ അധികാരം നൽകാൻ തയ്യാറാകുമോ? രാഷ്ട്രീയ പാർട്ടികൾ സ്വന്തം അണികളുടെ പ്രവൃത്തികളിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ? ഇവയ്ക്കൊന്നും വ്യക്തമായ മറുപടി ലഭിക്കാത്ത പക്ഷം ബംഗാളിലെ ജനാധിപത്യം വെറും കണക്കുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നായി അവശേഷിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ക്രൂര അതിക്രമങ്ങളാണ്. അവിടുത്തെ ജനങ്ങളെ കൊന്നൊടുക്കുകയാണ്. ആ മനുഷ്യന്മാർക്ക് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഭീതിതമായ ഒരു അന്തരീക്ഷം കൂടിയായി മാറുകയാണ്. കേന്ദ്രസേനകൾ ഇറങ്ങിയാലും പലപ്പോഴും അതൊന്നും ഫലപ്രദമാകാറില്ല. വ്യാപകമായ ആക്രമണമാണ് നടക്കുന്നത്. എതിർ പാർട്ടിക്കാരുടെ പാർട്ടി ഓഫീസുകൾ തീയിടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവിടുത്തെ വീടുകൾ, സാധാരണക്കാരുടെ വീടുകൾ തീയിട്ട് നശിപ്പിക്കുന്നു, അവരെ ചുട്ടുകൊല്ലുന്നു. ഇത്തരത്തിലൊക്കെയാണ് പശ്ചിമ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
ബരാക്പൂരിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ അവസാന റാലിയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ചിലതൊക്കെ പറഞ്ഞിരുന്നു. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ അവസാന പൊതുയോഗമാണ്. ഇനി ഞാൻ മെയ് 4 കഴിഞ്ഞു വരും. BJP സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയാണ് എത്തുന്നത് എന്നാണ് മോദി അവിടെ വെച്ച് പ്രഖ്യാപിച്ചത്. എന്നാൽ അതെത്രത്തോളം നടപ്പിലാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. കാരണം മമതയുടെ ഒരു വലിയ ഓറ അവിടെയുണ്ട്. അവരാണ് കഴിഞ്ഞ എത്രയോ കാലങ്ങളായി അവിടെ ഭരിക്കുന്നതും അവരുടെ വാക്കിനാണ് അവസാന വാക്കും. അതുകൊണ്ട് പശ്ചിമ ബംഗാളിൽ അധികാരം പിടിക്കുക എന്നുള്ളത് BJPക്ക് അത്ര കണ്ട് എളുപ്പമായിട്ടുള്ള കാര്യമൊന്നുമല്ല. എത്രയോ കാലങ്ങളായി BJPയും മമതയും തമ്മിൽ നേർക്കുനേർ പോരിലാണ്. ആ പശ്ചിമ ബംഗാളിൽ കാലുകുത്തിയാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്, ഞാൻ മെയ് 4 കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് ഫലത്തിന് അന്ന് ഞാൻ നിങ്ങളെ കാണാൻ വരും. BJPയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഞാൻ തീർച്ചയായും പങ്കെടുക്കും എന്ന് ഒരു ആത്മവിശ്വാസത്തോടെയാണ് മോദി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത് എന്ത് കോൺഫിഡൻസിൻ്റെ അടിസ്ഥാനമാണ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഹെലിപ്പാഡിൽ നിന്നാണ് ഞാൻ ഇവിടെ വരുന്നത്. ഏകദേശം 2 കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു. ഇരുവശത്തും അത്രയും വലിയ ജനക്കൂട്ടമായിരുന്നു. രാവിലെ ആയിരക്കണക്കിന് ആളുകൾ എന്നെ അനുഗ്രഹിക്കാൻ വരുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഏപ്രിൽ 23 നടന്ന പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ 93.19% പോളിംഗ് രേഖപ്പെടുത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു. സംസ്ഥാനത്തെ ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ് ആണിത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് മറ്റന്നാൾ ഏപ്രിൽ 29 നടക്കും. ഫലം മെയ് 4 പ്രഖ്യാപിക്കും. ആദ്യഘട്ട വോട്ടിംഗിന്റെ വിലയിരുത്തലിൽ BJP വൻ മുന്നേറ്റമാണ് നടത്തിയത് എന്നാണ് അവർ തന്നെ വിലയിരുത്തുന്നത്. 152 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ട വോട്ടിംഗ് കഴിഞ്ഞത്. അതിൽ 110 സീറ്റിൽ BJP വിജയിക്കുമെന്നാണ് പാർട്ടിയുടെ ബംഗാളിലെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി പറഞ്ഞത്. എക്സിറ്റ് പോൾ ഫലം പോലെയാണ് സുവേന്ദു അധികാരിയുടെയും നരേന്ദ്രമോദിയുടെയും പ്രസ്താവനകൾ. പ്രധാനമന്ത്രി മോദി, ആഭ്യന്തരമന്ത്രി അമിത് ഷാ, പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ തുടങ്ങിയ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ ബംഗാൾ തെരഞ്ഞെടുപ്പിൽ നടത്തിയ സംഘടിത പ്രവർത്തനവും സത്യപ്രതിജ്ഞയ്ക്കെത്തുമെന്ന മോദിയുടെ പരസ്യ പ്രസ്താവനയും എല്ലാം ചേർത്ത് വിലയിരുത്തുന്ന എതിർ രാഷ്ട്രീയ കക്ഷികൾ ആകെ ആത്മവിശ്വാസത്തിനു മുന്നിൽ അമ്പരന്ന് നിൽക്കുകയാണ്. എന്തായാലും ബംഗാളിൽ നിലയുറപ്പിക്കാൻ BJPക്ക് കഴിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. എന്തായാലും പക്ഷേ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ പറയുന്ന കൊള്ളിവെപ്പും അതുപോലെ തന്നെ ആക്രമണവും ഭീതിയും വിരട്ടലും ഒക്കെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.